തെരുവിൽ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ, കേരളത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഏതാണ്ട് 9 വർഷമായിട്ട് 3000-ലധികം ദിവസമായിട്ട് ഈ സ്വന്തം വീട്ടിൽ പോലും പോവാതെ സമരമായിട്ട് കിടക്കുക. ഭരണസംബന്ധമായ ഒരു അഴിമതിയിലൂടെ എൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. അതിനെതിരെ പരാതിയുമായിട്ട് ഞാൻ വന്നു. എന്നാൽ ഈ ഭരണവുമായി ബന്ധപ്പെട്ടുള്ളവർ ചേർന്ന് എന്നെ പറ്റിക്കുകയും അതോടൊപ്പം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഈ അഴിമതി മൊത്തം അട്ടിമറിക്കുകയും അത് ചെയ്തവർക്ക് രാജ്യത്തിൻ്റെ നമ്മുടെ നിയമപ്രകാരം ജോലിയിൽ നിന്ന് പോലും പിരിച്ചുവിട്ട് നിയമ നടപടികൾക്ക് വിധേയരാക്കേണ്ടവർക്ക് ഇവരെന്ത് ചെയ്തു? ഈ ഗവൺമെൻറ്, ഈ ഭരണന്മാരെല്ലാം കൂടി ചേർന്ന് പ്രമോഷൻ കൊടുത്തു. എന്താണ്? കൊലക്കേസിനെ ഈ അഴിമതി, ഇവിടെ അഴിമതി 10 രൂപ കണക്കുന്നതും 10 രൂപ അടിച്ചു മാറ്റുന്നതും 10 കോടിയെല്ലാം കണക്ക് തന്നെ അഴിമതി എന്ന് പറയുന്നത്. 10 കോടിയും 100 കോടിയും എല്ലാം അഴിമതി തന്നെ. ഇതാ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസിനെ മൊത്തം അട്ടിമറിച്ച് അത് ചെയ്തവർക്ക് ഈ ഭരണകൂടം ഞാൻ ആരെ എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവന്മാരെല്ലാം കൂടി ഒന്നിച്ച് എന്നാണ് എന്നെ പറ്റിയത്. CBI അന്വേഷണം പറഞ്ഞിട്ട് CBI കൊണ്ട് ഈ ലോക്നാഥ് ബെഹ്റയൊക്കെ ഇടപെട്ട് കേസെല്ലാം എന്തൊക്കെ ചെയ്തെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇനി ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാം. മറ്റാരെങ്കിലും സർക്കാർ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത്, സർക്കാർ ഇത് മൊത്തം അട്ടിമറിക്കാൻ കൂട്ടി മറ്റാരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാതെ ഇവന്മാരെ ഒറ്റയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റും. 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങൾ ഒരിക്കൽ ഇടപെട്ട സംഭവത്തെയാണ് അട്ടിമറിച്ച് ഈ ജനശ്രദ്ധയിൽ നിന്ന് ഇവന്മാർ മാറ്റിക്കളയുന്നത്. 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ മനുഷ്യരിടപെട്ട ഒരു 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങൾ ഒരിക്കൽ ഇടപെട്ട ഒരു വിഷയത്തെയാണ് അട്ടിമറിച്ച് അതിനെ മുക്കി ജനശ്രദ്ധയിൽ നിന്ന് എന്നെ മാറ്റി ഞാനിവിടെ വെറുതെ എന്തിനോ കിടക്കുന്നു എന്നുള്ള രീതിയിലാക്കിക്കളഞ്ഞു. മറ്റാരെങ്കിലും എല്ലാം ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് അടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. മറ്റാരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് അടുത്തെന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ എഴുതി മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലീഗലായിട്ട് കേസ് സുപ്രീം കോടതിയിലോട്ട് മൂവ് ചെയ്യണം. സുപ്രീം കോടതിയിലോട്ട് ഈ കേസ് ലീഗലായിട്ട് മൂവ് ചെയ്യണം. അതിന് മറ്റാരുടെയെങ്കിലും ഒരു സഹകരണം എനിക്ക് വേണം.